നമസ്കാരം. നീറ്റ് പരീക്ഷാ വിവാദങ്ങളും ക്രമക്കേടുകളുമൊക്കെ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയതിന് പിന്നാലെ ദേശീയ തലസ്ഥാനത്ത് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ഇപ്പോൾ അത് പുതിയൊരു നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ ഉയർന്ന ജനരോഷത്തെ അടിച്ചമർത്താൻ ഭരണകൂടവും പോലീസും ഉപയോഗിച്ച ശക്തിപ്രയോഗം ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലുടനീളം ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയും ദില്ലിയുടെ ക്രമസമാധാന ചുമതല നേരിട്ട് വഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ഈ വിഷയത്തിലാകട്ടെ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമൊക്കെ കൃത്യമായ മറുപടികൾ നൽകാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടതോടുകൂടി ഇനി ആർക്കും ഈ വിഷയത്തിൽ നിന്നും എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല എന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട്. ദില്ലിയിൽ ക്രമസമാധാന പാലനത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ഇനി നീതിപീഠത്തിൻ്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. പ്രതിഷേധം നടന്ന സ്ഥലത്ത് ജൂലൈ 20-ാം തീയതി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അന്ന് ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ബലപ്രയോഗം, കൂടാതെ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉന്നയിച്ച അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികൾ എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനായിട്ട് ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല ബാജ്കി, ജസ്റ്റിസ് ബി മോഹൻ എന്നിവരടങ്ങുന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന ബെഞ്ചാണ് ഈ ചരിത്രപരമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തെരുവിൽ ഉയർന്ന വലിയ ജനരോഷത്തിനും പോലീസിൻ്റെ അടിച്ചമർത്തൽ നടപടികൾക്കുമെതിരെ ഉയർന്ന വ്യാപകമായിട്ടുള്ള പരാതികൾക്കും നിയമപരമായിട്ടുള്ള ഒരു മറുപടി നൽകാനും സത്യം പുറത്തു കൊണ്ടുവരാനും ഈ അന്വേഷണത്തിലൂടെ സാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കോടതി രൂപീകരിച്ച ഈ 5 അംഗ അന്വേഷണ സമിതിയുടെ ഘടന പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാകുന്നതാണ്. സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകുന്ന ഈ സമിതിയിൽ നിയമ അന്വേഷണ രംഗങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുള്ള പ്രമുഖരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രവിശങ്കർ, ദില്ലി ഹൈക്കോടതി മുൻ ജഡ്ജി ശാലീന്ദർ കൗർ, അതോടൊപ്പം തന്നെ CBI മുൻ ഡയറക്ടർ ഋഷികുമാർ ശുക്ല, മേഘാലയ മുൻ DGP LR ബിഷ്ണോയ് എന്നിവരാണ് ഈ പാനലിലെ മറ്റ് പ്രധാനികൾ. തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു സമിതി വേണമെന്ന വിദ്യാർത്ഥികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ തന്നെ പ്രധാന ആവശ്യമാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത്രയും ഉന്നത തലത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ അന്വേഷണം വരുന്നതോടുകൂടി സംഭവത്തിൽ പോലീസിനും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടി വരുന്നതായിരിക്കും. സമരം നടന്ന ദിവസം യഥാർത്ഥത്തിൽ ആരാണ് ഈ അക്രമത്തിനെ തിരികൊളുത്തിയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ തെളിവുകളൊക്കെ തന്നെ പരിശോധിക്കാനായിട്ട് സമിതിയോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂലൈ 20-ലെ പ്രതിഷേധത്തിൻ്റെ എല്ലാ CCTV ദൃശ്യങ്ങളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ച വീഡിയോകളുമൊക്കെ തന്നെ സമിതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ അന്വേഷണം ഒരു വശത്തേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന ഒന്നായിരിക്കില്ലെന്ന് കോടതി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പോലീസോ അല്ലെങ്കിൽ പാരാമിലിറ്ററി സേനയോ വിദ്യാർത്ഥികൾക്ക് നേരെ നിയമവിരുദ്ധമായിട്ട് ബലപ്രയോഗം നടത്തിയോ വിദ്യാർത്ഥികളോട് ക്രൂരമായിട്ട് പെരുമാറിയോ എന്നൊക്കെ തന്നെ സമിതി വളരെ വ്യക്തമായി തന്നെ ഇവിടെ പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ, പോലീസിനെ ആക്രമിക്കുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവുമൊക്കെ തന്നെ ഒരേ സമയം അന്വേഷണ പരിധിയിൽ വരുന്നതായിരിക്കും. ഈ സംഭവം നടന്ന സമയത്ത് പോലീസും സമരക്കാരും പരസ്പരം പഴിചാരുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സമാധാനപരമായിട്ട് സമരം ചെയ്ത തങ്ങളെ പോലീസ് ക്രൂരമായിട്ട് മർദ്ദിച്ചുവെന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ആരോപിച്ചപ്പോൾ സമരക്കാരാണ് അക്രമം അഴിച്ചുവിട്ടതെന്നായിരുന്നു പോലീസിൻ്റെ പ്രധാന വാദം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കേസുകളാണ് നിലവിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. പോലീസ് എടുത്ത നടപടികളൊക്കെ തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നോ അതോ നിയമം കയ്യിലെടുത്തുള്ള അടിച്ചമർത്തലായിരുന്നോ എന്ന് സമിതി കോടതിയെ അറിയിക്കേണ്ടി വരും. ഈ സമിതി സമർപ്പിക്കുന്ന വിശദമായ റിപ്പോർട്ടിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കുക. ഈ റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഈ കേസിൽ വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു സംശയവുമില്ലെന്നാണ് സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനമൊക്കെ തന്നെ ആരംഭിച്ച അതേ ദിവസം നടന്ന ഈ പ്രതിഷേധ മാർച്ചും തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു. കണ്ണീർ വാതകവും ലാത്തി ചാർജും പ്രയോഗിച്ച് സമരം അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചത് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ച ഈ സമരം ഒടുവിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയായിരുന്നു. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനും ഡൽഹി പോലീസിനുമെതിരെ നിരന്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഡൽഹിയുടെ ക്രമസമാധാന പാലനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായതിനാൽ തന്നെ
വരാനിരിക്കുന്ന സമിതി റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രാഷ്ട്രീയമായി തന്നെ ആരുടെ തലയിൽ വരുമെന്നതാണ് ഇനി രാജ്യം തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്നത്.